എസ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചെടികളാണ്. എന്ന് രാവിലെ എഴുന്നേറ്റ് ഈ ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ കുറച്ച് സ്ഥലമുണ്ടോ അവിടെ എല്ലാം ഞാൻ ചെടികൾ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സിറ്റ് ഔട്ടാണ്. ഇവിടെ ഞാൻ വെച്ചിരിക്കുന്ന മണി പ്ലാന്റാണ്. ഇത് നോക്കുമ്പോൾ സെയിം ആയിട്ട് തോന്നും, ഇതെല്ലാം വേറെ വേറെ വെറൈറ്റിയാണ്. ലീഫ് കുറേശ്ശെ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം നല്ലതുപോലെ വളർന്നിട്ടുണ്ട്. ഇനിയും കുറേശ്ശെ കട്ട് ചെയ്ത് മാറ്റണം. ഇത് ഞാൻ ഫുള്ള് കട്ട് ചെയ്തില്ല, കുറേശ്ശെ കട്ട് ചെയ്ത് മാറ്റത്തേ ഉള്ളൂ. എന്നും വൈകുന്നേരം കാപ്പി കുടിക്കാൻ എനിക്കിവിടെ വന്നിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇത്രയും ചെടികൾ വളർത്തുവാനും കാരണം എൻ്റെ ഹസ്ബൻഡ് ഒരു ബാക്ക് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ്. നമുക്ക് ബാക്കിൽ നിന്നൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കെന്തും സാധിച്ചെടുക്കാൻ സാധിക്കും. ഇവിടെയെല്ലാം ഞാൻ വെച്ചിരിക്കുന്നത് ബോഗൺവില്ലയും അഡിനിയുമാണ്. സമ്മർ സീസണിലാണ് എപ്പോഴും ബോഗൺവില്ല നിറയെ പൂക്കൾ തരുന്നത്. എന്നാൽ ഈ മഴ സീസണിൽ എനിക്ക് നിറയെ പൂക്കളുണ്ട്. നമുക്ക് മനസ്സിന് എന്തെങ്കിലും സങ്കടം തോന്നുമ്പോൾ ഇവിടെ വന്നിരുന്ന് കുറച്ച് നേരം ഈ ചെടികളോട് സംസാരിച്ചാൽ ഈ പുല്ലൊക്കെ ചെടിയുടെ കളയെല്ലാം പറിച്ച് കളയുമ്പോഴത്തേക്ക് നമ്മുടെ സങ്കടമെല്ലാം പമ്പ കിടക്കും. ഒരു നല്ല കാറ്റ് വന്നപ്പോഴത്തേക്ക് ചെടികളുടെ എല്ലാം ഒരു സന്തോഷം നോക്കിക്കേ. അടുത്തായിട്ട് കാണിക്കുന്നത് അഡിനിയമാണ്. ഇത് നമ്മൾ സമ്മർ ടൈമിൽ ഇതെല്ലാം കട്ട് ചെയ്ത് വിട്ടതാണ്. ഇത് കട്ട് ചെയ്ത് വിട്ടാൽ മാത്രമേ ഇതിൻ്റെ കാഡക്സ് கொஞ்சം വലുതായി വരും. അപ്പോഴാണ് നമുക്കിത് കാണുവാനൊരു ഭംഗിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വേരെല്ലാം മേലെ വന്ന് നല്ലതായിരിക്കും കാണാനായിട്ട്. ഇതിൽ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ചെടികളെല്ലാം വെച്ചിട്ടുണ്ട്, അതൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല. ഇത് പിള്ളേരുടെ ഒരു പഴയ സൈക്കിൾ കളയാൻ വെച്ചതാണ്. കളയാനല്ല, ആക്രക്കടയിൽ കൊടുക്കാൻ വെച്ചിരുന്നതാണ്. അതപ്പോൾ ഞാനെടുത്ത് ടെറസിൽ കൊണ്ടുവച്ചപ്പോഴത്തേക്ക് അതിൽ നിറയെ ഇൻഡോർ പ്ലാന്റ് എല്ലാം വെച്ചപ്പോഴത്തേക്ക് അതിൻ്റെ ഭംഗി കണ്ടോ, അതിൻ്റെ ഭംഗി വേറെ ലെവലായി. ഇവിടെയെല്ലാം ഞാൻ ഈ സൈഡിൽ വെച്ചിരിക്കുന്ന ഫുള്ള് ഇൻഡോർ പ്ലാന്റാണ്. നമ്മൾ വൈകുന്നേരം രാവിലെ ടെറസിൽ വന്ന് നോക്കുമ്പോൾ നമ്മുടെ ടെറസ് ഒരു പച്ച കളറ് പൂക്കളെല്ലാം നിറഞ്ഞും പച്ച കളറിൽ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. ഇതൊരു 2 വീലർ ടയറാണ്. അതെടുത്ത് കൊണ്ടുവന്ന് ഹസ്ബൻഡ് നല്ലതുപോലെ കഴുകി പെയിൻ്റ് അടിച്ച് തന്നപ്പോൾ അതിലൊരു ഹാങ്ങിങ് പ്ലാന്റ് കൂടി ഇട്ട്, അപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഭംഗി കണ്ടോ. ഞാൻ മുന്നേയൊക്കെ നിറയെ കിളികൾ വളർത്തുമായിരുന്നു. കിളികളും എനിക്കൊരു ഭയങ്കര ഹോബിയാണ്, ചെടികൾ പോലെ തന്നെ. ഇപ്പോൾ കുറച്ച് കിളികൾ മാത്രമേ ഉള്ളൂ. അതിലൊരു 5 കിളികളാണ് ഇത്. ഒരു 2 ഇയേഴ്സിന് മുന്നേ ഞാൻ വന്ന് വെജിറ്റബിൾ ചെടികളാണ് ഫുള്ളാണ് വെച്ചിരുന്നത്. ഇപ്പോൾ ഒരേ ഒരു കുരുമുളക് ചെടി മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ ആവശ്യത്തിനുള്ള കുരുമുളക് ഇതിൽ നിന്ന് കിട്ടാറുണ്ട്. ഇതിൻ്റെ താഴെ മെയിൻ റോഡാണ്. അവിടെ നിന്ന് നിറയെ പേര് മേളിലോട്ട് നോക്കി നിൽക്കാറുണ്ട്. അവിടെ ഞാൻ വരുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് ഇതെല്ലാം എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യാറെന്ന്. വൈകുന്നേരം നോക്കുമ്പോൾ നിറയെ പേര് റോഡിൽ നിന്ന് നോക്കി നിൽക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയും എൻ്റെ ഹസ്ബൻഡ് ഞാനും വേണേൽ മെയിൻറ്റെയിൻ ചെയ്യും, നമ്മൾക്ക് അതിനൊരു കുറച്ച് സമയം കണ്ടെത്തിയാൽ മതിയല്ലോ എന്ന് ഞാൻ പറയാറുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് ചെടികൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. റോസ ചെടികളൊന്നും കാണിച്ചിട്ടില്ല, കാരണം അതിൽ പൂക്കളൊക്കെ കുറവാണ്. അതെല്ലാം മാറ്റി വെച്ചിരിക്കുവാണ്. ഇതൊരു വൈറ്റ് അഡീനിയമാണ്. ഇത് കട്ട് ചെയ്ത് കണ്ടോ, ഇതിൻ്റെ കാഡക്സ് നല്ല വലുതായിരിക്കുന്നത്. ഇത് ഇനി സമ്മർ സീസണിൽ മാത്രമേ ഇത് ഞാൻ കട്ട് ചെയ്ത് എടുത്തുള്ളൂ, ഈ അഡീനിയം.
നമ്മൾ മഴ സമയത്ത് ഇതിൽ കട്ട് ചെയ്താൽ ഇതിന് ഫംഗസ് പിടിക്കും. ഇതിൻ്റെ പൂക്കളെല്ലാം കണ്ടോ, ഓരോരോ കളറാണ്. നമ്മളിതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ടൈം കണ്ടെത്തിയാൽ മാത്രം മതി. ഇത് ബിരിയാണിക്കുള്ള ഒരു റംവേലയാണ്. ഇത് വന്ന് ഞങ്ങൾ 1.5 വർഷത്തോളമായി വെള്ളത്തിൽ വെച്ചിട്ട് കണ്ടോ. ഇത് നമുക്ക് മണ്ണിൻ്റെ ആവശ്യമേ ഇല്ല. ഇത് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഇലകൾ ഇതിൽ നിന്ന് എടുക്കാൻ സാധിക്കും. ഇതാണ് എൻ്റെ ചെറിയ ഗാർഡൻ. ഇനി ഇഷ്ടംപോലെ ചെടികളുണ്ട്, ബാക്ക് സൈഡിലെല്ലാം ഉണ്ട്. ഞാനതൊന്നും കാണിക്കുന്നില്ല. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇവിടെ കൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.